അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ നിലവിൽ വരും. അതിൻ്റെ ചർച്ചകൾ പതുക്കെ പതുക്കെയാണെങ്കിലും സ്ലോലി ബട്ട് സ്റ്റഡിലി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഇന്ത്യക്ക് ചൈനയേക്കാൾ വലിയൊരു മേൽക്കോയ്മ കിട്ടാൻ പോകുന്നു. തീർച്ചയാണ്. നമ്മുടെ പ്രതിപക്ഷമായി അത് വിശ്വസിക്കാതുള്ളൂ. ആ നേട്ടത്തിലേക്ക് ഇന്ത്യ പോവുക. പിന്നെ ആത്മനിർഭർ ഭാരതിലൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതും കൂടി വന്നു കഴിഞ്ഞ് വ്ളാദിമിർ പുടിൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുക. അത് വെറും സന്ദർശനമല്ല, അത് ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിയോടുകൂടി സോവിയറ്റ് റഷ്യയുമായിട്ടും നമ്മൾ സൗഹാർദ്ദം സ്ഥാപിക്കുക. അങ്ങനെ ഒരേ സമയം നമ്പർ 1 ശക്തികളായിട്ടുള്ള സോവിയറ്റ് റഷ്യയോടും അമേരിക്കയോടും സൗഹൃദം പുലർത്തിക്കൊണ്ട് ഇനി വേറൊരു കാര്യം കൂടെ, ഇസ്രായേലുമായിട്ട് 2 ഘട്ടമായിട്ട് ഒരു സമഗ്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള പരിപാടിയില്ല. ഇത് വരുന്നതോടുകൂടി ചൈനയുടെ സകലമാന രഹസ്യങ്ങളും ഇന്ത്യക്ക് കിട്ടും. പാകിസ്ഥാന്റെ സകലമാന രഹസ്യങ്ങളും ഇന്ത്യക്ക് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഹമാസിനെ അവിടെ തീർത്തു. പുതിയ കമാൻഡർ വന്നതിനെ തീർത്തു. അതെങ്ങനെ വേണ്ട? ഇന്റലിജൻസ് ഷെയറിങ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇസ്രായേലുമായിട്ടാണ് കൂട്ട്. അപ്പോൾ ഈ മസൂദ് അസറിനെയൊക്കെ എവിടെയാണ് അവൻ പെരുമാറുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അതേ കണക്കിന് ഇവന്മാരെയൊക്കെ തുലച്ചു കളയും ഏതവനായാലും.